ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു തുള്ളി എണ്ണയോ മുട്ടയോ ഒന്നും ചേർക്കാതെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള പെർഫെക്റ്റ് ആയിട്ടുള്ള മയോണൈസിന്റെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ഇതിൽ രണ്ട് രീതിയിലുള്ള മയോണൈസ് കാണിക്കുന്നുണ്ട്, സ്പൈസി ആയിട്ടുള്ളതും അതുപോലെ നോർമൽ ആയിട്ടുള്ള മയോണൈസിന്റെ റെസിപ്പിയും കാണിക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് തന്നെ കാണാം. ഈ മയോണൈസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം തന്നെ വേണ്ടത് പാലാണ് കേട്ടോ. അപ്പോൾ ഞാൻ 500 മില്ലി പാലാണ് എടുത്തിട്ടുള്ളത്. അതായി ഒരു സോസ് പാനിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഫ്ലെയിം ഓൺ ആക്കിയിട്ട് ഇത് നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കണം. ഇതുപോലെ തിളക്കുന്നത് വരെ ഇതുപോലെ ഇളക്കി കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇളക്കി കൊടുത്തിട്ട് നന്നായിട്ട് ഇതുപോലെ തിളച്ച് വന്നതിന് ശേഷം തിളച്ചതാ പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ലോ ഫ്ലെയിമിൽ വെക്കാം. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നാരങ്ങ നീര് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ആദ്യം ഞാൻ 1/2 ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെയാണ് ചെയ്യുന്നത്. എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. വീണ്ടും നമ്മൾ 1/2 ടേബിൾ സ്പൂണും കൂടെ ഒഴിച്ചു കൊടുത്ത ശേഷം നന്നായിട്ട് ഇളക്കി കൊടുത്താൽ ഇതുപോലൊന്ന് പിരിഞ്ഞ് കിട്ടും. നാരങ്ങനീര് ഒഴിച്ചു കൊടുത്ത് ഒരു 2 സെക്കൻഡൊക്കെ ആകുമ്പോഴേക്കും ഇതുപോലെ പിരിഞ്ഞ് കിട്ടും കേട്ടോ. നന്നായിട്ട് തന്നെ ഈ ഒരു പാലും വെള്ളവും വേർതിരിഞ്ഞ് കിട്ടും. അപ്പോൾ ഇത്ര ആയി കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം. ഇപ്പോൾ ഇതിൽ വെള്ളവും പനീറുണ്ടല്ലോ അതൊക്കെ വേർതിരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ചൂടാറാൻ വേണ്ടിയിട്ടൊന്ന് വെയിറ്റ് ചെയ്യാം. ചൂടാറി വന്നതിന് ശേഷം നമുക്കിത് ഒരു ബൗളിന് മുകളിൽ അരിപ്പ് വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് ഒഴിച്ചിട്ട് ഇതൊന്ന് അരിച്ചെടുക്കണം. ഈ ഒരു വെള്ളം നമുക്ക് ആവശ്യമില്ല, വെള്ളം കളഞ്ഞിട്ട് ഇത് മാത്രം എടുത്താൽ മതി കേട്ടോ. പിന്നെ ഒരുപാട് സമയം നമ്മളിത് ഇങ്ങനെ ഊറ്റി വെച്ച് മറ്റേ കംപ്ലീറ്റ് വെള്ളമൊന്നും ഒഴിവാക്കേണ്ട ആവശ്യമില്ല. ഈ ഒരു ഉടനെ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ചൂടില്ലാതെ വേണം കേട്ടോ നമ്മൾ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. ചൂടാറി വന്നതിന് ശേഷം നമുക്കിത് മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് ഒരു 4 അല്ലി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്കൊരു 1/4 ടീസ്പൂണ് പഞ്ചസാര കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ പുളിക്ക് ആവശ്യമായിട്ട് 1 ടീസ്പൂണ് വിനാഗിരി ഒഴിച്ചു കൊടുക്കാം. പിന്നെ നമുക്കിതിലേക്ക് പാല് ചേർത്ത് കൊടുക്കണം. പാല് ചേർത്ത് കൊടുക്കുമ്പോൾ കുറേശ്ശെ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. കാരണം നമ്മൾ ഇത് അരിച്ചെടുത്തപ്പോൾ കംപ്ലീറ്റ് വെള്ളം പോയിട്ടുണ്ടാവില്ല, നമ്മൾ ഉടനെ തന്നെ എടുക്കുന്നത് കൊണ്ട്. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ വെള്ളം കൂടി പോകും. അപ്പോൾ നമ്മൾ അടിച്ച് നോക്കിയിട്ട് പിന്നെ പാല് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ ആവശ്യമുണ്ടെങ്കിൽ. അപ്പോൾ 1 ടേബിൾ സ്പൂണൊക്കെ പാല് ആവശ്യമായിട്ട് വരുള്ളൂ. അപ്പോൾ അത് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് അടിച്ചെടുക്കാം. അപ്പോൾ അതാ ഇത്രയേ ഉള്ളൂ. നമ്മൾ ഹെൽത്തി ആയിട്ടുള്ള നോർമൽ മയോണൈസ് ഇത് അവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് കുറച്ച് സ്പൈസി ആയിട്ടുള്ള മയോണൈസ് ആക്കണം എന്നുണ്ടെങ്കിൽ ഈ ഒരു മയോണൈസിലേക്ക് നമുക്ക് കുറച്ച് ക്രഷ്ഡ് ചില്ലി ചേർത്ത് കൊടുക്കാം. എരിവിന് ആവശ്യമായിട്ടുള്ളത് ചേർത്ത് കൊടുക്കാം. എരിവ് കൂടുതലുണ്ടെങ്കിൽ കളർ കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് വറ്റൽമുളകിൻ്റെ ആ ഒരു കുരു ഒന്ന് കളഞ്ഞിട്ട് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ നമുക്ക് മയോണൈസിന് നല്ല കളറും കിട്ടും. പിന്നെ നല്ല തിക്കായിട്ടാണെന്നുണ്ടെങ്കിൽ 1 ടേബിൾ സ്പൂണൊക്കെ പാലും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ 1 ടേബിൾ സ്പൂൺ പാലും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇതുപോലെ അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അതാ നമ്മുടെ സ്പൈസി ആയിട്ടുള്ള മയോണൈസും ഇവിടെ റെഡി ആയി കഴിഞ്ഞു. അപ്പോൾ ഇനി കുട്ടികൾക്കൊക്കെ ഇതുപോലെ ഓയിലൊന്നും ചേർക്കാതെ ഹെൽത്തി ആയിട്ടുള്ള മയോണൈസ് റെഡിയാക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി മറക്കരുത്. അപ്പോൾ ഇനി മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.